വരാൻ പറ്റ മഖാമിലേക്കാണ് പോകേണ്ടത്. ചെറിയ ഒരു പാലം ജീപ്പതിലെ പോകൂല. പാലം തന്നെ മുള കൊണ്ടും കവുങ്ങ് കൊണ്ടുണ്ടാക്കിയതാണ്. അത് നടക്കാൻ പറ്റാത്ത രൂപത്തില് ഒക്കെയും വളരെ അധോഗതിയുള്ള ഒരു പാലം ജീപ്പ് അവിടെ നിൽക്കുകയാണ്. ഹാജിയാര് ജീപ്പിന്നിറങ്ങിയിട്ട് പറഞ്ഞു, ശൈഖുന, ഇനി നമുക്കിതിലൂടെ അങ്ങ് നടന്നു പോകാം, നമുക്കൊന്ന് നടന്നു പോകാം. നടക്കാൻ തന്നെ പറ്റുമെന്നുള്ള പ്രശ്നത്തിലാ മൂപ്പരുള്ളത്. ശൈഖുന ഒന്നും മിണ്ടിയില്ല. ശൈഖുനൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ തവണയും കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ അടുത്ത് പറയാ. അല്പസമയത്തിന് ശേഷം ചോദിച്ചു, ശൈഖുന, അതിലൂടെ വാഹനം പോകൂല, വാഹനം പോകൂല, നമുക്ക് നടന്നാൽ. മിണ്ടുന്നില്ല. ശൈഖുന മൗനത്തിലാണ്. അല്പസമയത്തിന് ശേഷം ഒന്നുകൂടി ഞാൻ പറഞ്ഞു നോക്കി, പോകാം, നമുക്ക് നടന്നു പോകാം, ജീപ്പ് ഒരു നിൽക്കും പോകൂല. ശൈഖുന ഒറ്റ വാക്കാം, വണ്ടിയിൽ കയറി ജീപ്പ് എടുക്കൂ എന്നാണ്. വണ്ടിയിൽ കയറൂ, ജീപ്പ് എടുക്കൂ. ഒന്നും ചിന്തിച്ചില്ല. ഞാൻ വണ്ടിയിലങ്ങ് കയറി, ജീപ്പ് അങ്ങോട്ടാൻ തുടങ്ങി. സത്യത്തിൽ ഞങ്ങൾ പാലം അപ്പുറം കടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ കടന്നു എന്ന് എനിക്കറിയില്ല, ഏത് വഴിയിൽ കടന്നു എന്നറിയില്ല. ആ വാരാൻ പറ്റ മഖാമിന്റെ മുമ്പിൽ ചെന്ന് ജീപ്പ് നിൽക്കുകയാണ്. ശൈഖുന ഇരിക്കുന്ന വണ്ടിയല്ലേ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇവർ തള്ളുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്. ശൈഖുന എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. ജീവിതത്തില് നിസ്കാരമില്ലാതെ, നോമ്പനുഷ്ഠിക്കാതെ, നോമ്പെടുത്തവനെ നോമ്പ് മുറിപ്പിച്ചിരുന്ന, ക്ലീൻ ഷേവ് ചെയ്തിരുന്ന, സ്വർണം ഉപയോഗിച്ചിരുന്ന, പീഡിയയിൽ കയറിയിട്ട് വയറ് നിറച്ച് മൂക്കുമുട്ടിയെ തിന്നിട്ട് നാണോമാനമില്ലാണ്ട് ഇറങ്ങിപ്പോകുമ്പോ പിടിച്ചു നിർത്തിയിട്ട് തുണിയും കുപ്പായവും ഊരി വാങ്ങപ്പെട്ടിരുന്ന ഒക്കെ ആളാണ്. ഒരു പെണ്ണ് കെട്ടിയ പെണ്ണിന് ചെലവിനും കൊടുക്കൂല, പെണ്ണിന്റെ അടുത്തേക്ക് പോകൂല. എന്നിട്ട് തന്നെ കൊണ്ട് അത് ആക്കി വയ്ക്കാൻ ആവൂല, തന്നെ കൊണ്ട് എത്തൂല എന്ന് മനസ്സിലായപ്പോ ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി എന്നും പറഞ്ഞിട്ട് അനിസ്ലാമികമായിട്ട് മുത്തലാഖും ചൊല്ലിയിട്ട് വീട്ടിൽ പോയിക്കോന്നും പറഞ്ഞയച്ച, ശരീഅത്തിന്റെ ഒരു ബാലപാഠങ്ങളും അനുഷ്ഠിക്കാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഔലിയാണെന്ന് പറയാനല്ലേ ഈ തള്ളിണത്, ഈ നുണ പറഞ്ഞു മറിക്കണത്. അള്ളാന്റെ ഔലിയാക്കൾ ഇങ്ങനെയാണോ? അള്ളാന്റെ ഔലിയാക്കള് നടക്കാത്ത പാലത്തുമ്പോ കൂടി പറപ്പിച്ചുന്ന ആളാണോ? എന്നാല് അള്ളാഹു പഠിപ്പിച്ച ഔലിയാക്കള് ഇതുപോലെയുള്ള ഔലിയാക്കളല്ല. അവര് സ്വാലിഹീങ്ങളായിരിക്കും, അവര് സുദ്ദീഖീങ്ങളിൽ പെട്ടവരായിരിക്കും. അവര് ഹറാമൊന്നും ചെയ്യൂല, കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ, മുഹ്സിനീങ്ങളായ, മുഅ്മിനീങ്ങളായ ആളുകളായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഈ ഔലിയ നിസ്കരിച്ചിരുന്നോ? നിസ്കരിക്കാത്ത ഒരാൾക്ക് എന്ത് വിലായത്താണ് നൗഷാദ് ഹസനിയെ? നിസ്കരിക്കാത്ത, നോമ്പനുഷ്ഠിക്കാത്ത, അതുപോലെ മറ്റു ഹറാമിന്റെ മാർഗങ്ങൾ മറ്റു പലതും ചെയ്തിരുന്ന, തുരുതുര സിഗരറ്റ് വലിച്ചിരുന്ന, ഈ ചുണ്ണാമ്പും അടക്കിയും പോകലെയും പിന്നെന്തൊക്കെ കൂട്ടിയിട്ട് അതിങ്ങനെ ആട്ടി നടന്നിരുന്ന ആൾക്ക് എന്ത് വിലായത്താണെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്? ഇത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോ ഇവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ ഇടയ്ക്ക് നമുക്കും അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് എന്നത് സംബന്ധമായിട്ട് ഒരു ചെറിയ വീഡിയോ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന ദുആവസിയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? ഔലിയാക്കന്മാരോട് തേടിയാൽ അവരവരുടെ കറാമത്തുകളെ കൊണ്ട് നമ്മളെ സഹായിക്കും. അപ്പൊ എന്താണ് കറാമത്ത് എന്ന വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ് ഇത്തരമൊരു ചിന്ത കടന്നു വരാൻ കാരണമായി തീരുന്നത്. അതേപോലെ തന്നെ ആരാണ് ഔലിയാക്കന്മാർ എന്ന് മനസ്സിലാക്കുന്നിടത്ത് വന്ന പിഴവാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് തേടുന്നൊരവസ്ഥാവിശേഷം ഈ സമൂഹത്തിൽ ഉടലെടുക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അലാ ഇന്ന ഔലിയാ അല്ലാ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, അള്ളാന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അവര് വ്യസനിക്കാത്തവരാണ്, വേദനിക്കാത്തവരാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അവരല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അതേപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ഞാനൊരു കാര്യം കൂടെ ചേർത്തു പറയട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പഠനം എളുപ്പത്തിൽ ക്ലിയറാകാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരന്മാരെ. എന്താണെന്നറിയോ? പള്ളി ദർസുകളിൽ അശ്അരി അഖീദ പഠിപ്പിക്കുന്ന ഒരു കിതാബുണ്ട്, ശറഉൽ അഖായിദ. അതിൽ ആരാണ് വലി എന്ന് പറയുന്നുണ്ട്. ആരാണ് വലിയ, വലിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വളരെ കൃത്യമായി നമുക്ക് കാണാം. വലിയനെ കുറിച്ച് പറയുന്നു, അൽ വലിയു, ഒരു വലിയെന്ന് പറഞ്ഞാൽ ഉവൽ ആരിഫു ബില്ലാഹി തആല, അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കിയവനാണ്. വസിഫാത്തിഹി, അവന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കിയവനാണ്. ഹസ്ബമായുംകിനു, സാധ്യമായ രൂപത്തിൽ അല്ലാഹനെ പറ്റി മനസ്സിലാക്കിയവനാണ്. അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് പഠിച്ചവനാണ്. ഇതാണൊരു വലിയ. ഇനി തീർന്നിട്ടില്ല. അൽ മുവാലിബു അലത്വാആത്ത്, പുണ്യകർമ്മങ്ങൾ പതിവായി ചെയ്യുന്നവരാണ് ഔലിയാക്കന്മാർ. അൽ മുജ്തനിബു അനിൽ മആസി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുന്നവരാണ് ഔലിയാക്കന്മാർ. അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ഭൗതികമായ സുഖാഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ഔലിയാക്കന്മാർ. ഇവരാണ് യഥാർത്ഥ ഔലിയാക്കന്മാർ. ഇനിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി എന്താണ് കറാമത്തെന്നുകൂടെ പഠിക്കണം. കറാമത്തെന്ന് പറഞ്ഞാൽ ഭാഷയിൽ ആദരവ്, ബഹുമാനം എന്നീ അർത്ഥങ്ങളിലാണ് അത് പ്രയോഗിക്കാറുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ചില സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ് കറാമത്ത്. ഇത് ചിലപ്പോൾ അസാധാരണമായ സംഭവങ്ങളായും അള്ളാഹു വെളിപ്പെടുത്തുന്നതാണ്. പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം കറാമത്തും പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. കാരണം എല്ലാത്തിന്റെയും കൈകാര്യകർത്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരിക്കലും മുഅ്ജിസത്ത് പ്രവാചകന്മാരുടെ കഴിവല്ല, ഒരിക്കലും കറാമത്ത് ഔലിയാക്കന്മാരുടെ കഴിവല്ല. അതിന്റെ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ കറാമത്തുണ്ടോ? കറാമത്തുണ്ട്. ഇസ്ലാമിൽ ഔലിയാക്കന്മാരുണ്ടോ? ഔലിയാക്കന്മാരുണ്ട്. പല സ്ഥലങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവർക്ക് ഔലിയാക്കന്മാരില്ല, ഇവർക്ക് മഹാത്മാക്കളില്ല, മഹാത്മാക്കളെ ആദരിക്കുന്നവരല്ല, അവരോടുള്ള മഹബ്ബത്തില്ലാത്തവരാണെന്ന് പറയാറുണ്ട്. ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, ഇസ്ലാം ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരെ സ്നേഹിച്ചേ മതിയാവുകയുള്ളൂ. ഔലിയാക്കന്മാരുടെ നേതാവാരാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവല്ലേ. അവരെ സ്നേഹിക്കാതെ, അവരുടെ മാർഗം പിൻപറ്റാതെ മുസ്ലിമാകാന് പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവല്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ നേരെ നിന്ന് എഴിയുന്ന അമ്പുകൾ മുഴുവനും നെഞ്ചു നിവർത്തി ഏറ്റുവാങ്ങിയ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവല്ലേ. അവരെക്കാളും വലിയ ഔലിയാക്കന്മാരാരാണ് ലോകത്തുള്ളത്? അവരെ ആദരിച്ചേ മതിയാവുകയുള്ളൂ, ബഹുമാനിച്ചേ
മതിയാവുകയുള്ളൂ. ഇനിയോ ഖുർആനൊന്ന് മറിച്ചു നോക്കിയാൽ എത്രയെത്ര കറാമത്തിന്റെ കഥ കാണാം, എത്രയെത്ര ഔലിയാക്കന്മാരുടെ കഥ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്ഹാബുൽ കൗഫിന്റെ കഥ നമ്മൾ കേട്ടില്ലേ? അത് 300 കൊല്ലം അവരെ ഉറക്കിക്കിടത്തുകയാ. അള്ളാന്റെ ഔലിയാക്കന്മാരാൻ. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം ഞാൻ പറയാം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാദ് റളിയല്ലാഹു അൻഹു, അവര് രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് പിരിഞ്ഞു പോവുകയാ. ഒരു ശക്തമായ കൂരിരുട്ടുള്ള രാത്രിയാണ്. പിരിഞ്ഞു പോകുന്ന സമയത്ത് കയ്യിലൊരു വെളിച്ചവുമില്ല. അങ്ങനെ പ്രവാചകന്റെ സദസ്സതാ പിരിഞ്ഞവരങ്ങനെ രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ മുന്നിലതാ ഒരു വെളിച്ചം വരുന്നു. അല്ലാഹു അവരിലൂടെ വെളിപ്പെടുത്തിയ കറാമത്താൻ. അങ്ങനെ രണ്ടുപേരും മുന്നോട്ട് നടന്ന് ഒരു വഴിയിൽ വെച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞപ്പോ രണ്ടുപേരുടെ കൂടെയും രണ്ടു വെളിച്ചമതാ. ഇതല്ലേ കറാമത്ത്? ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കറാമത്ത്. ഇതിന്റെ അപ്പുറത്തുള്ള കറാമത്തുകൾ വേണ്ട. ഇനിയോ സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കൂടെ ഞാൻ പറയാം. മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? ശത്രുക്കളാൽ വധിക്കപ്പെട്ടതിന് ശേഷം മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തല കിട്ടണമെന്ന് മുശ്രിക്കുകളുടെ നേതാവ് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ വ്യക്തിയാണ് ആസിം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആസിം റളിയല്ലാഹു അൻഹുവാണോ കൊല്ലപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തല മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് മുശ്രിക്കുകളുടെ നേതാക്കന്മാര് തീരുമാനമെടുത്തപ്പോ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തലമുറിക്കാൻ വേണ്ടി മയ്യത്തിന്റെ അടുക്കലേക്ക് മുശ്രിക്കുകൾ അതാ കടന്നു വരികയാണ്. അങ്ങനെ അടുത്തേക്ക് വരുമ്പോ ആ ശരീരത്തിൽ മുഴുവനും ശക്തമായ തേനീച്ചകളെ കൊണ്ട് അള്ളാഹു പൊതിയുകയാണ് സഹോദരങ്ങളെ. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തൊടാനു പോലും അവർക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയ കറാമത്തല്ലേ? കറാമത്തുണ്ട്, ഔലിയ ഉണ്ട്. കറാമത്തുള്ള ഔലിയയോട് തേടാൻ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. കാരണം കറാമത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം, അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കൈകളിലാ. അവന്റെ കൈകളിലാണ്, അവനാണത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടൊരു വലിയനോടും തേടണ്ട. നിങ്ങളറിയോ, പരിശുദ്ധ ഖുർആനിലെ ഒരു കറാമത്തിന്റെ കഥ ഞാൻ പറയാം. സൂറത്തു ആലു ഇമ്രാനിലെ 37-38 വചനങ്ങളാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പമാരെ, എല്ലാവിധ സംഘടനാ വൈജാത്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഇതാഖിറത്തിലേക്കുള്ള ആദർശമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് കേൾക്കണേ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി അലൈഹിസ്സലാമയുള്ള പള്ളിയുടെ മിഹ്റാബിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോൾ വജദ ഇൻദഹാ റിസ്ഖാ, അവിടെ ആ നാട്ടിലൊന്നും കാണാത്ത സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കാണുകയാണ് സഹോദരങ്ങളെ. എന്നിട്ടോ ഉടനെ തന്നെ മറിയം ബീവിയോട് ചോദിക്കുകയാണ് സക്കരിയ നബി അലൈഹിസ്സലാം, യാ മറിയം അന്നാ ലകി ഹാദാ. മറിയം ബീവി, ഇതെവിടുന്ന് കിട്ടി മറിയം ബീവി എന്ന് മറിയം ബീവിയോട് ചോദിച്ചപ്പോ മറിയം ബീവി അലൈഹിസ്സലാം പറയുന്നു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പക്കലിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്,
അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ? മുന്നിലുള്ളത് വലിയ കറാമത്തുള്ള വലിയത്താണ്. മുന്നിലെ കറാമത്തുള്ള വലിയത്താണുള്ളത്. കറാമത്താണല്ലോ, ഉറപ്പാണ്. വലിയത്താണല്ലോ, ഉറപ്പാണ്. ഇനി എന്താ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ വലിയൊരു നിരാശയുണ്ട്. അതെന്താ? വലിയൊരു സങ്കടമുണ്ട്. അതെന്താ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹാൻ. പടച്ചോനെ, മുന്നിലുള്ളത് ഒരു വലിയത്താണ്, കറാമത്തുള്ളവരും കൂടിയാണ്. അതുകൊണ്ട് എന്താ? നേരെ എനിക്ക് കറാമത്തുള്ള വലിയത്തിനോട് തേട. എന്തേ? എനിക്കൊരു കുട്ടീനെ തരണേ പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? അത് പരിശുദ്ധ ഖുർആന് പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് തേടുകയാണ്. മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്ത റബ്ബില്ലേ? മറിയം ബീവിക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത റബ്ബില്ലേ? ആ റബ്ബിനോട് തേടുകയാ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ, വിശിഷ്ടമായ സന്തതിയെ എനിക്ക് തരണേ അല്ലാ. ഇന്നക സമീഉദ് ദുആ, ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീയാണ് പ്രാർത്ഥന കേൾക്കുന്നവനല്ലാ, നീയാണ് പ്രാർത്ഥന കേൾക്കുന്നവനല്ലാ, നീയാണ് പ്രാർത്ഥന കേൾക്കുന്നവനല്ലാ. അതുകൊണ്ടൊരു നല്ല സന്തതിയെ എനിക്ക് തരണേ അല്ലാ എന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാം തേടി. ആരോട്? അള്ളാഹിനോട്. കറാമത്തുള്ള വലിയത്തിനോട് തേടലാണ് ഇസ്ലാമിലുള്ളതെങ്കിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാം തേടേണ്ടത് ആരോട്? മറിയം ബീവിയോട്. എന്തുകൊണ്ട് തേടിയില്ല?